ഈ രാജ്യം മുഴുവൻ വേദനിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, പറഞ്ഞതുപോലെ തന്നെ വലിയ നിയമക്കുരുക്കിലേക്ക് താരം പോകുന്നു എന്നുള്ള വലിയ കാര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഇനി തമിഴക TVKയുടെ ഭാവി എന്ത്, വിജയുടെ ഭാവി എന്ത് തമിഴക രാഷ്ട്രീയത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കമൽഹാസൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വിജയുമായി നടത്തിയത് നമ്മളൊന്ന് ഓർത്തു വെക്കണം. കാരണം നമുക്കറിയാം, കമൽഹാസൻ അടുത്ത സമയത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ വേണ്ട ഒരു പ്രാധാന്യം കമൽഹാസന്റെ യോഗങ്ങളിൽ ഉണ്ടായ ആൾക്കൂട്ടം വോട്ടായി മാറിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തമിഴ്നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. പലപ്പോഴും കമൽഹാസനെ തള്ളിപ്പറയുന്ന, രാഷ്ട്രീയത്തിൽ ഇറങ്ങി കമൽഹാസനെ തള്ളിപ്പറയുന്ന തമിഴ് ജനതയും വളരെ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടു. കമലിന്റെ പാർട്ടി പല സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിൽ പോലും വിജയിക്കാനാകാത്ത പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നായി തമിഴ് രാഷ്ട്രീയത്തിൽ മാറുകയുണ്ടായി. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കമൽഹാസൻ വിജയ്ക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. ഈ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന് വിജയ് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. അതുതന്നെയാണ് വിജയ് വലിയ പാഠമായി എടുക്കേണ്ടതും എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തൻ്റെതായ ശൈലിയിൽ തമിഴക രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയൊക്കെ വിജയ് വലിയ തോതിൽ വെച്ച് പുലർത്തിയിരുന്നു. ഈ സർവേകളിലൊക്കെ 20%-ലധികം വോട്ടുകൾ തമിഴ്നാട്ടിൽ വിജയ് നേടും എന്നുള്ള കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിജയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ നടത്തിയ യാത്രയിൽ വിജയ് ഒരു പക്ഷേ ഭാഗഭാക്കാകും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു എങ്കിൽ പോലും അതൊന്നും സംഭവിച്ചില്ല. തൻ്റെതായ വഴിവെട്ടി ഒറ്റയ്ക്ക് മുന്നേറാനുള്ള ശ്രമമായിരുന്നു വിജയ് ഈ 2 വർഷമായി നടത്തിയിരുന്നത്. ആദ്യ 1 വർഷം ഒരു ഇമ്പാക്റ്റും തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ അവസാന മാസങ്ങളിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടത്തെ ആകർഷിക്കാനും തനിക്ക് ഈ നേരിട്ട് ബന്ധമില്ല എന്ന അപവാദം ഒഴിവാക്കാനായി എല്ലാ ശനിയാഴ്ചയും ജനങ്ങളെ കാണാനുള്ള പരിപാടി സംഘടിപ്പിക്കുക, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഈ പൊതുയോഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇരച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. ഇരച്ചെത്തിയ ആൾക്കൂട്ടമൊക്കെ വിജയ് എന്ന സിനിമാ താരത്തിൻ്റെ വലിയ ആരാധകരായിരുന്നു. നമുക്കറിയാം, 100 കോടി ക്ലബിൽ അംഗത്വമുണ്ടാക്കിയ നിരവധി സിനിമകൾ വിജയുടേതായി ഉണ്ട്. ഈ ആരാധക വൃന്ദം വോട്ടായി മാറുമെന്നും MGRും ജയലളിതയും ഒക്കെ പോലെ തമിഴ് രാഷ്ട്രീയത്തിൽ തനിക്ക് വലിയൊരു സ്ഥാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വിജയ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ദീർഘകാലമായി വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തുകയും തുടർന്ന് വലിയ പൊതുയോഗം മധുരയിൽ വിളിച്ചു കൂട്ടുകയും രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. അവിടെ വളരെ കൃത്യമായി തന്നെ, അവിടെ മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് DMKയെ അതിശക്തമായി കടന്നാക്രമിക്കാൻ വിജയ് ശ്രമിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. DMK ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. വിധവകളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്ക്, പ്രഖ്യാപനങ്ങൾക്ക് കാര്യമായ മുന്നോട്ട് പോക്കില്ല. വീട് നിർമ്മിച്ചു നൽകുന്ന കാര്യത്തിൽ DMK പരാജയമാണ്. അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണകക്ഷിയായ DMK നിശിതമായി വിമർശിച്ചാണ് വിജയ് മുന്നോട്ട് പോയത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, BJPയും AIDMKയുമായുള്ള അലയൻസിനെ അതിശക്തമായി വിജയ് വിമർശിച്ചിരുന്നു. AIDMK BJP വിട്ടപ്പോഴും BJPയുമായി അന്തർധാരയുള്ള ഒരു പാർട്ടിയാണ് AIDMK എന്ന് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ AIDMKയ്ക്ക് വോട്ട് ചെയ്താൽ അത് BJPക്ക് വോട്ട് നൽകുന്നതിന് സമമാണ് എന്ന് വിജയ് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ഒരുക്കി. ഒപ്പം DMKയ്ക്കും BJPയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ അത് നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്, ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള തമിഴ് മണ്ണിൽ 2 ദ്രാവിഡ പാർട്ടികൾക്കെതിരെയും അതിശക്തമായ വിമർശനം. ഇങ്ങനെയാണ് വിജയ് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വിജയ്ക്ക് ആകെ ബന്ധമുണ്ടായിരുന്നത് AMDMK എന്നുള്ള നമ്മുടെ വിജയകാന്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായാണ്. വിജയകാന്തിൻ്റെ മരണശേഷം ഈ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമില്ല. അവരുടെ അണികളെ കൂടി ഒപ്പം കൂട്ടിയുള്ള മുന്നോട്ട് പോക്കാണ് വിജയ് മുന്നോട്ട് വെച്ചിരുന്നത്. നേരത്തെയും വിജയകാന്തുമായി ഏറെ അടുപ്പമുള്ള ഒരു സിനിമാ പ്രവർത്തകൻ കൂടിയായിരുന്നു വിജയ് എന്ന് ഓർക്കണം. അപ്പോൾ ഈ പാർട്ടിയുടെ വോട്ട് ബാങ്കുകൾ കൂടി തനിക്കൊപ്പം എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി വിജയ്ക്കുണ്ടായിരുന്നു. അതിലൊരു വലിയ പരിധിവരെ വിജയിച്ച ഒരു പശ്ചാത്തലം. ഒരു സംശയം വരുന്നത്, DMK ആവട്ടെ കോൺഗ്രസ് ആവട്ടെ TVKയെ വലിയ തരത്തിൽ കുറ്റപ്പെടുത്തുമ്പോൾ, ഈ ദുരന്തത്തിന് കാരണം TVK ആണെന്നുള്ള കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധങ്ങളോ TVKയുടെ കുറ്റപ്പെടുത്തലുകളോ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? വലിയ ഒരു മൗനത്തിലേക്ക് BJP പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് പറയാൻ കാരണം, ഇന്നലെ അണ്ണാമലയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം അടക്കം പറയുന്നു ഇത് സ്റ്റാലിൻ സർക്കാരിന്റെ വീഴ്ചയാണ്, പോലീസിന്റെ വീഴ്ചയാണെന്നുള്ള പ്രതികരണമായിരുന്നു BJP തമിഴ്നാട് അധ്യക്ഷന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായത്. എന്തുകൊണ്ടായിരിക്കും BJP ഒരു മൗനത്തിലേക്ക് പോകുന്നത്? രഞ്ജിത്ത്, ചില ഘട്ടങ്ങളിൽ വിജയ്
BJP-ക്കൊപ്പം ചേരും എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ. പക്ഷെ അത് സംഭവിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ എൻട്രി അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടാത്ത BJP-ക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ BJP ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രത്യക്ഷമായും പരോക്ഷമായും BJP-യുടെ ശത്രു അവിടെ DMK തന്നെയാണ്. DMK-യോടാണ് BJP-യുടെ പോരാട്ടം. AIDMK കൂട്ടുപിടിച്ചൊക്കെ അണ്ണാമലൈ അടക്കം നടത്തിയ വലിയ പോരാട്ടങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. പക്ഷെ അതൊന്നും കാര്യമായി വിജയിച്ചില്ല. വോട്ട് പേഴ്സൻറ്റേജിൽ ചെറിയ വർധനവുണ്ടായി എന്നല്ലാതെ മറ്റൊരു തരത്തിൽ അവിടെ BJP-ക്ക് വിജയിക്കാനാകാത്ത പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അവിടെയാണ് DMK അല്ലെങ്കിൽ AIDMK-ക്കൊപ്പം വിജയിയുടെ വോട്ട് ബാങ്കിനെ, വിജയെ പോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനൊക്കെ BJP മനസ്സാ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായുള്ള വിമർശനം വിജയ്ക്ക് നേരെ ഉയർത്താത്തത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്.